നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF-ൽ സീറ്റുകൾ വെച്ചുമാറാൻ താൽപര്യം അറിയിച്ച മുസ്ലിം ലീഗ് കളമശ്ശേരിയും കൊച്ചിയും തമ്മിലും താനൂരും തവനൂരും തമ്മിലും വെച്ചുമാറുന്നതാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായിട്ട്. ശ്രീജിത്ത്, ഇത്തവണ സീറ്റ് വിഭജനം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരുപക്ഷെ UDF-ൽ വലിയ സമ്മർദ്ദം വരാൻ പോകുന്നത് ലീഗിന്റെ പക്ഷത്തു നിന്നാകും. സീറ്റുകൾ കൂടുതൽ ആവശ്യപ്പെടും, അതോടൊപ്പം തന്നെ വെച്ചുമാറാൻ വേണ്ടി ഉള്ള ആവശ്യവും ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് പരിഗണിക്കപ്പെടാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? എന്തൊക്കെയായിരിക്കും ലീഗിന്റെ ഇത്തവണത്തെ ഡിമാൻഡുകൾ? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 27 സീറ്റുകളിലാണ് മുസ്ലിം ലീഗ് മത്സരിച്ചത്. അതിൽ 25 സീറ്റുകൾ പാർട്ടി ചിഹ്നമായ കോണി ചിഹ്നത്തിലും മറ്റ് രണ്ട് മണ്ഡലങ്ങളിൽ പൊതു സ്വതന്ത്രയും മറ്റുമാണ് ലീഗ് അവതരിപ്പിച്ചത്. 27 സീറ്റിൽ ഇത്തവണയും മാറ്റമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം അതിൽ കൂടുതൽ സീറ്റുകൾ വിട്ടു നൽകാൻ കോൺഗ്രസ് ഒരുക്കമായേക്കില്ല. ഇന്നലെ മുതൽ ആരംഭിച്ച അനൗപചാരിക സീറ്റ് വിഭജന ചർച്ചകളിൽ ലീഗ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ചില സീറ്റുകൾ വെച്ചുമാറണമെന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി സീറ്റാണ്. കളമശ്ശേരി സീറ്റ് കൊച്ചിയുമായി വെച്ചുമാറണമെന്ന താല്പര്യം കോൺഗ്രസിനുമുണ്ട്. കാരണം കോൺഗ്രസ് അവിടെ കളമശ്ശേരി മണ്ഡലത്തിൽ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ വിശ്വസ്തനായ DC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണ്. ഇതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ തവനൂരിൽ കോൺഗ്രസ് തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റാണ്. ആ സീറ്റിൽ താനൂരിലേക്ക് മാറി തവനൂർ ലീഗിന് നൽകാം എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. തിരുവാമ്പാടിയുടെ കാര്യത്തിലും സമാനമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ അനൗപചാരിക തലത്തിൽ നടക്കുന്ന പ്രാഥമിക സീറ്റ് വിഭജന ചർച്ചകളാണ്. എന്നാൽ ഔപചാരിക ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുമെന്നാണ് അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവും പ്രതിപക്ഷ ഉപനേതാവുമായ PK കുഞ്ഞാലിക്കുട്ടി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കോൺഗ്രസ് നേതാക്കൾ ഡൽഹിക്ക് പോവുകയാണ്. ഡൽഹിയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ മടങ്ങിയെത്തിയ ശേഷമായിരിക്കും ഔപചാരികമായ ചർച്ചകൾ ആരംഭിക്കുക. അപ്പോൾ സീറ്റിൻ്റെ കാര്യത്തിലും ഒപ്പം വെച്ചുമാറുന്ന സീറ്റുകളുടെ കാര്യത്തിലും കൂടുതൽ വ്യക്തത വരും. RSP നേതൃത്വമായിട്ടും CMP നേതൃത്വമായിട്ടും കോൺഗ്രസ് നേതൃത്വം ഇന്നലെ അനൗപചാരിക ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും RSP മത്സരിക്കുന്നത് 5 സീറ്റുകളാണ്. അതിൽ മട്ടന്നൂരും ഒപ്പം തന്നെ ആറ്റിങ്ങലും വെച്ചുമാറണമെന്ന താല്പര്യം RSP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.